എൻ്റെ പേര് ദേവസ്യ മറ്റത്തിൽ ദേവസ്യ അവർക്ക് മറ്റത്തിൽ. ആദ്യം ഇടവക കാര്യങ്ങളായിരുന്നു. അത് കഴിഞ്ഞ് അന്ന് ഇടവക ആയില്ലായിരുന്നു. കോപ്പള്ളി കുരിശുപള്ളിയായിരുന്നു. അന്ന് അമ്മ അസുഖമായിട്ട് കിടക്കുകയായിരുന്നു. അതുകൊണ്ട് മരിച്ചാൽ കാഞ്ഞിരപ്പള്ളിക്ക് കൊണ്ടുപോകണമല്ലോ. അന്ന് കാഞ്ഞിരപ്പള്ളിയായിരുന്നു നടക്കുന്നത്. കാഞ്ഞിരപ്പള്ളിയായിരുന്നു നടക്കേണ്ടത്. കാഞ്ഞിരപ്പള്ളി കുരിശുപള്ളിയുടെ അതിന് ആദ്യ കാര്യകുളത്തിൽ ഇടവക. അന്ന് കാര്യങ്ങളോടെയായിരുന്നു. ഈ കോപ്പള്ളി അന്ന് പ്രാധാന്യമില്ലായിരുന്നു. കുറഞ്ഞൊരു ഇടവകയാണ്. ആദ്യമൊക്കെ കോപ്പള്ളി വെച്ച് കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ താമസമുള്ളൂ. അതാണ്ട് കാര്യമായിട്ട് ആൾക്കാരില്ലായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ കൂടുതലായിട്ട് വന്നുകൊണ്ടിരുന്നു. ഇടവകയായ പിന്നെ അന്ന് ഇവിടെ മരിച്ചവരെയൊക്കെ അടക്കണമെന്നുണ്ടെങ്കിൽ കാഞ്ഞിരപ്പള്ളിക്ക് കൊണ്ടുപോകണം. കാഞ്ഞിരപ്പള്ളിയായിരുന്നു അന്ന് കാര്യങ്ങളടവക കൂടുതൽ ആൾക്കാരുള്ള ഇടവക. മുക്കാലിക്ക് ഇപ്പുറം മുക്കാലി മുകളിൽ ഇങ്ങോട്ട് കാര്യങ്ങളിടവകയായിരുന്നു. ആ പാളമ്പറ പള്ളിയൊന്നും ഇല്ലെന്ന്. പാളമ്പറയൊക്കെ പിന്നെയാണ് ഉണ്ടായത്. നമ്മുടെ പള്ളിയുടെ തുടക്കകാലം ഒക്കെ ഓർക്കുന്നുണ്ടോ? ഇത് നമ്മുടെ കോപ്പള്ളി പള്ളിയുടെ തുടക്കകാലം, കുരിശുപള്ളി സ്ഥാപിച്ചതിന് ശേഷം താമസിക്കുന്ന പള്ളിയാതെ കുഞ്ഞമ്മച്ചേട്ടനാണ് ഇതിൻ്റെ ആദ്യകാലത്തെ സംരക്ഷണം. ആദ്യകാലത്ത് വീപ്പയെല്ലാം വെട്ടിയായിരുന്നു ഇതിനെ സൈഡ് അടിച്ചിരുന്നത്. വീപ്പ വെട്ടിയാണ് പള്ളിയുടെ സൈഡൊക്കെ അടിച്ച് ഓല കെട്ടി. ഓലയല്ല, വീപ്പ. ഫാക്ടറിയിലെ വീപ്പ. മേൽക്കൂര ഓലയൊക്കെ ആയിരുന്നു. മേൽക്കൂര ഓടും ഉണ്ടായിരുന്നു. അത്രയും പ്രാധാന്യം അന്ന് ഈ കോപ്പള്ളിക്ക് പ്രാധാന്യം ഇല്ലായിരുന്നു. അന്ന് അച്ഛനേതായിരുന്നു? അന്ന് പാട്ടത്തിലച്ഛനായിരുന്നു. പാട്ടത്തിലച്ഛനാണ് ആദ്യം ഇവിടെ വികാരിയായിട്ട് വന്നത്. പാട്ടത്തിലച്ഛന് എല്ലാ ദിവസവും കുർബാനയൊക്കെ ഉണ്ടായിരുന്നു അന്ന്? എല്ലാ ദിവസങ്ങളിലും കുർബാന ഉണ്ടായിരുന്നോ അതോ ഞായറാഴ്ച മാത്രമേ ഉണ്ടായിരുന്നു? ഞായറാഴ്ചകളിൽ ദിവസം ഉണ്ടായിരുന്നു. അച്ഛൻ വന്നായിരുന്നു. അച്ഛനവിടെ സ്ഥിരമായ പിന്നെ എല്ലാ ദിവസവും കുർബാന ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛായ മാമോദിസ മുങ്ങിയതൊക്കെ ഈ കാര്യമുള്ളതാണ്. അച്ഛായ മാമോദിസ മുങ്ങിയതൊക്കെ മാമോദിസയൊക്കെ മുങ്ങിയതൊക്കെ മുങ്ങിയത് എവിടെയാ? ഏത് പള്ളിയിലാ? എൻ്റെ മാമോദിസ കൊരട്ടില. പഴയ കൊരട്ടി. കല്യാണം നടന്നത് എവിടെയാ? കല്യാണം പഴയ കൊരട്ടി തന്നെ നടന്നത്. പഴയ കൊരട്ടിൽ എങ്ങനെയാ പൊക്കോണ്ടിരുന്നത്? ഇവിടുന്ന് പഴയ കൊരട്ടിലൊക്കെ എങ്ങനെയാ പൊക്കോണ്ടിരുന്നത്? വെള്ളം പൊങ്ങിയാൽ വള്ളത്തിലാണ് കിടക്കുന്നത്. ആറ് കടന്ന് പോകണം. ആറ് കിടക്കാം വള്ളത്തിലാണ് കിടക്കുന്നത്. അത് വേനലായ പിന്നെ ഇറങ്ങി കിടന്ന് പോകാം. മഴ പിന്നെ വള്ളത്തിലാണ് കിടക്കുന്നത്. ആ വള്ളത്തിൽ കിടക്കുന്നതിന് ചവിട്ടും മുക്കും അത് ഞങ്ങളൊക്കെ നീന്തി കിടക്കും. ഞങ്ങളൊക്കെ ചെറുപ്പം മുതലാണ് ഈ വെള്ളത്തിൽ വള്ളക്കടവിന് മുകളിൽ ചെന്ന് ചാടും. അവിടെ ചെന്ന് ഞാൻ പതിയെ ഇങ്ങോട്ട് പിടിച്ച് വീണു. വള്ളക്കടവിന് നേരെ എതിർത്ത ചെന്ന് അവിടെ ഒട്ടൽ കിടപ്പുണ്ട്. ഒട്ടലിങ്ങനെ ചാഞ്ഞ് കിടക്കും. അതിന് കീഴേ തുണി മാറിയാലൊന്നും ആരാണ്ട് അറിയില്ല. അവിടെ ഒരു പാറക്കെട്ടുണ്ട്. അതിലൊക്കെ നിന്ന് തുണി മാറി ഞാൻ പോരുകയും ചെയ്യും. മുകളിൽ ചെന്ന് ചാടും. ചാടിച്ചിട്ട് പതിയെ പോരും. അങ്ങനെയൊക്കെ അത്ര വളരെ കഷ്ടപ്പെട്ട ഈ പള്ളിയിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടൊക്കെ അന്നൊക്കെ പള്ളിയിലൊക്കെ ഒന്ന് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അന്ന് ഈ കൊരട്ടിയുടെ ഇടവക വന്നാൽ വെങ്കുറിഞ്ഞ് നോറോക്കാട് തേക്കോട്ടുള്ള ഇടവക, നോറോക്കാടാണ് ഇടവക. ഇങ്ങോട്ട് വിളിച്ചാൽ ഇവിടെ കുറേ സ്ഥലമുണ്ടെങ്കിലും ആ സ്ഥലത്തിൻ്റെ പേരൊക്കെ മറന്നു പോയി. വെളിച്ചാനും വെളിച്ചാനും അത് പിന്നീട് അന്ന് പൊടിമറ്റവും കുരിശുപള്ളിയായ അന്ന് ഞങ്ങൾ ഈ ആറ്റിൽ വെള്ളം
ഈ പൊടിവരത്തിന് പള്ളിയിൽ പോകും ഞായറാഴ്ച കുർബാനയുള്ള അവിടെ. പിന്നെ ഈ സ്കൂളൊക്കെ എവിടെയായിരുന്നു? സ്കൂളിൽ പോകുന്നതൊക്കെ എവിടെയായിരുന്നു? ഇവിടെ സ്കൂളില്ലായിരുന്നു. ഇവിടെ ഒരു സ്കൂളുണ്ടായിരുന്നു. അത് 4ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ. എവിടെ? കാര്യകുളത്താണോ? കാര്യകുളത്താണോ? കാര്യകുളമാണ്. അത് ഇവിടെ ഈ ജന്മിമാരും കൊഴുണക്കാരുമായിട്ടുള്ള പ്രസവത്തിൻ്റെ പേരിൽ ആ സ്കൂൾ നിന്ന് പോയി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ആനക്കല്ലെന്ന് പറയുന്ന സ്ഥലമാണ്. ഇത് കാര്യങ്ങളെന്ന് പറയുന്ന സ്ഥലത്ത് വേറൊരു സ്കൂളുണ്ടാക്കി, ഗവൺമെൻറ് സ്കൂള്. അവിടെ കുറച്ച് നാൾ നടന്നു. പിന്നെ അതും നിന്ന് പോയി. അത് കഴിഞ്ഞാൽ പിന്നെ കൂപ്പള്ളി സ്കൂളുണ്ടായി. കൂപ്പള്ളി സ്കൂൾ സ്ഥാപിക്കുന്ന ആരാണ്? ഇതിനൊക്കെ മുൻകൈ എടുക്കുകയും ഒക്കെ ചെയ്തത്? കൂപ്പള്ളി സ്കൂൾ സ്ഥാപിക്കുന്നത് പാട്ടത്തിലച്ഛനായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു. പാട്ടത്തിലച്ഛനോട് കൂടുതൽ ആദ്യം മുതൽ എഴുതിയിരുന്നിട്ടുള്ളൂ. അന്ന് അങ്ങനെയും കുറച്ച് ആൾക്കാരേക്കൊക്കെ കൂപ്പള്ളിലുള്ളൂ. ഈ കൂപ്പള്ളി കടകളൊന്നും ഇല്ലായിരുന്നു അന്ന്. അന്ന് ഈ മാടക്കടയൊക്കെ അവിടെ എവിടെയൊക്കെ ഇവിടെ ഒരു മാടക്കട കൂപ്പള്ളിലുണ്ടായിരുന്നു. ആ മാടക്കടയുടെ പേര് വീട്ടുകാർ പറഞ്ഞു പോയ. അങ്ങനെ ഈ മാടക്കടയാണ് അവിടെ എവിടെയൊക്കെ ഓരോ മാടക്കടയുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരേ ഉള്ളൂ. അന്ന് ഈ സീസൺ റബേഴ്സിൽ ജോലി ചെയ്യാൻ വരുന്നവരൊക്കെയാണ് കൂടുതലും. സീസൺ റബേഴ്സിൽ സീസൺ റബേഴ്സിൽ ജോലി ചെയ്യാൻ തുരുത്തിപ്പടവിൽ. സീസൺ റബേഴ്സിൽ അതിന് മുമ്പേ ഉണ്ട്. ഈ അന്ന് ബലൂണും ട്യൂബും ഉണ്ടാക്കുന്നത്. അന്ന് ഈ വേറിട്ട ഉപകരണങ്ങളൊന്നുമില്ല. അന്ന് പഴയകാട്ടിലായിരുന്നു ഇത് ഉണ്ടാക്കുന്നത്, ഈ ബലൂണും ട്യൂബും. എന്നാ ജോലിക്കാരൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു അവിടെ? ജോലിക്കാരൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു? പിള്ളേരായിരുന്നു ജോലിക്കാർ. ഇതൊക്കെ ഊരാനും ഇടാനൊക്കെ അച്ചിടാനും ഒക്കെ പിള്ളേരേ ഉള്ളൂ. അല്ലാണ്ട് വേറിട്ട് വലിയ കൂടുതൽ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. പിന്നെ അന്നത്തെ ആൾക്കാരാണ് ഈ വഞ്ചിപ്പുറം തൊമ്മഞ്ചേട്ടന്. പുള്ളിയുടെ മക്കളായിപ്പം വഞ്ചിപ്പുറം ഉള്ളത്. വഞ്ചിപ്പുറം വെച്ചുക്കുന്ന തോമായ കാരക്കാട്ട് കുഞ്ഞ് മടുക്കോരി പാപ്പത്തിൽ ഇവരൊക്കെയായിരുന്നു അന്നത്തെ മെയിൻ ആൾക്കാർ. അന്നത്തെ ഈ പാലിൻ്റെ പണിയൊക്കെ അവരെ പഠിപ്പിച്ചിട്ടുള്ളൂ. ഇത്ര 5-6 പേര് പാലിൻ്റെ പണി പഠിപ്പിച്ചിട്ടുള്ളൂ. അതിനകത്ത് പിന്നെ ഈ പിള്ളേരായതിൻ്റെ പണിയൊക്കെ നടക്കുന്നത്. ഈ ട്യൂബിനും മറ്റും ഈർക്കിലിയ ഈ പാലിൻ്റെ പണിയൊന്നും അവരെയൊന്നും ഇരിക്കുന്ന 5-6 പേരെ ഈ പാലിൻ്റെ പണി പഠിപ്പിച്ചിട്ടുള്ളൂ. പാലിൻ്റെ പിന്നീട് ഈ കൂപ്പള്ളി പള്ളി ആയതിനു ശേഷമാണ്, ഇടവകയൊക്കെ ആയതിനു ശേഷമാണ് കൂടുതൽ ആൾക്കാർ കൂപ്പള്ളിയൊക്കെ ഒരു വികസനമൊക്കെ. കൂപ്പള്ളി അന്നൊരു കടയോ കുറങ്ങുഴിക്കും ചേട്ടന് ഒരു കടയോ കൂപ്പള്ളിയുള്ളൂ. പിന്നെ മലബാർ കടയ്ക്ക് ഒരു കടയുണ്ട്, പന്തമാക്കപ്പീരി ചേട്ടൻ എന്ന് പറയുന്നത്. ഇങ്ങനെ 2 കടയെ കൂപ്പള്ളിലുണ്ടായിരുന്നു അന്ന്, ചായക്കടയായിട്ട്. 2 ചായക്കടയെ. മഠം തുടങ്ങി ഓർക്കുന്നുണ്ടോ? മഠം തുടങ്ങിയൊക്കെ ആക്കെ ഒരുപാട് കളിച്ച പിന്നെ മഠമൊക്കെ തുടങ്ങിയത്. ഈ സിസ്റ്റേഴ്സൊക്കെ താമസിച്ചിരുന്ന കന്യാസ്ത്രീകളൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന ഒരു വീടെടുത്ത് അവിടെ താമസിക്കുകയായിരുന്നു. ആദ്യമേ അവർ ഇവിടെ ഒരു വീടെടുത്ത് കുറച്ച് താമസിച്ചു. ഈ ആരിച്ചേരിക്കടയുടെ എതിർവശത്ത് അവിടെ ഒരു കുറച്ച് നാൾ ഈ പയ്യമ്പള്ളിക്കാരുടെ ഒരു വീടോ മറ്റോ കുറച്ച് നാൾ അവിടെ താമസിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് മാറി. അത് കഴിഞ്ഞാൽ പിന്നെ ഈ മഠം ഇവിടെ മഠം താമസിച്ചത്. ഈ മഠത്തിൽ കുറേ നാൾ അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു കുറേ ഇവിടെ. അതാ പിന്നെ ഈ ഇവർക്ക് വിറ്റച്ച് പോയത്.
അവരുടെ വീട്ടുകാർ മറന്നുപോയി. ഇപ്പോഴേ ഈ മറവി സാരമില്ല. പിന്നെ നമ്മുടെ ഈ പള്ളിയായതിനു ശേഷം ഈ പെരുന്നാളുകളൊക്കെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ടോ? പെരുന്നാളുകളൊക്കെ നടത്തുന്നതൊക്കെ ഓർമ്മയിലുണ്ടോ? പെരുന്നാളാണോ? പെരുന്നാളൊക്കെ ചെറിയ തോതിലൊക്കെ നടക്കും, അത്രേ ഉള്ളൂ. ഓർമ്മയുണ്ടോ അതിനെപ്പറ്റിയൊക്കെ ഒരു ഓർമ്മയുണ്ടോ? പെരുന്നാളൊക്കെ എങ്ങനെയായിരുന്നൊക്കെ ഓർമ്മയുണ്ടോ? പെരുന്നാൾ വലിയ കൂടുതൽ കാര്യമായിട്ട് ഒന്നുമില്ല. പ്രദക്ഷിണം വരുന്നതൊക്കെ എങ്ങനെയായിരുന്നു? പ്രദക്ഷിണമൊക്കെ കുറേ നാൾ കഴിഞ്ഞാൽ പിന്നെയാണ് പ്രദർശനമൊക്കെ വരുന്നത്. ആ കൂപ്പള്ളി കുരിശുടിയൊക്കെ ഉണ്ടായ പിന്നെയാണ്. കൂപ്പള്ളി കുരിശുടി എന്നൊന്നും ഇല്ലായിരുന്നു ആദ്യമേ. ആ കുരിശടിക്ക് ഇപ്പുറത്തെ ആ കുരിശടിക്ക് 3 വശത്തോട്ടും റോഡുള്ളത്. അതിൽ അപ്പുറത്തെ ഒരു വീടുണ്ടല്ലോ, വീട് കൊടുത്തണം. ഈ എന്നാ അറിയാം, കൂടത്തിങ്കൽ. ആ പുള്ളിക്ക് എങ്ങനെ അവിടെ ഒരു വീട് വെച്ച് അത് ഈ പാർട്ടിക്കാരെല്ലാം കൂടി അത് ഉണ്ടാക്കി കൊടുത്തത്. ആ പാർട്ടിക്കാരുടെ പേരിൽ കളക്ടറുടെ അടുത്ത് നിന്ന് ഇയാൾ വീണു. കാര്യം നടന്ന അങ്ങനെ ആ സ്ഥലം അത് ഈ പാർട്ടിക്കാരെല്ലാം കൂടി വീട് വെച്ച് കൊടുത്തത്. ആ സ്ഥലം പിന്നെ കളക്ടർ എഴുതിയൊക്കെ പതിച്ചു കൊടുത്തു. അങ്ങനെയാണ് അതിൻ്റെ ചരിത്രം. ആ റോഡിലാണ് വില വെച്ചത്, വീട് വെച്ചത്. ഈ റോഡ് ഈ കുരിശടിക്ക് 3 വർഷം ആ റോഡ് വീട് വെച്ച് അത് ആ സ്ഥലമാണ് പിന്നെ കളക്ടർ ഇയാൾക്ക് പട്ടയം കൊടുത്തു. ആ സ്ഥലം പട്ടയം കൊടുക്കാനോ കളക്ടർക്ക് അതിന് അവകാശമുള്ളതാണോ അത് ചോദിക്കാനുള്ളത് ആൾക്കാർ നമ്മുടെ ഊപ്പിലുണ്ടോ? ഈ സ്ഥലം കൊടുക്കാൻ ഇപ്പോഴും ഞാൻ അതിനെതില്ല. ആ സ്ഥലം ഇത്രയും വട്ടം 3 വശം റോഡാണ്, 4 വശം റോഡാണ്. ഈ വസ്തു അവിടെ പാർട്ടിക്കാർ വീട് വെച്ച് കൊടുത്തു ഇയാൾക്ക് കൂടത്തൊക്കെ ചേർന്ന്. അയാൾ മരിച്ചുപോയി, അയാളൊക്കെ അവിടെ നിന്ന് സ്ഥലം വിറ്റുപോയി. അതൊക്കെ അയാളൊക്കെ അവിടെ നിന്ന് പോയി, ഇപ്പം ആരും ഇല്ലല്ലോ. അതെല്ലാം പോയി അവിടെ നിന്നല്ല ആൾക്കാരെല്ലാം അതിൻ്റെയൊക്കെ ആൾക്കാരെല്ലാം പോയെന്ന് അവിടെ നിന്നൊക്കെ. കൂടത്തൊക്കെ ആൾക്കാരൊന്നും ഇപ്പോൾ ആരും ഇല്ല. അല്ല, കൂടത്തൊക്കെ കുറച്ച് കഴിഞ്ഞ് വിട്ട് പോയി. അത് കഴിഞ്ഞ് അയാളുടെ മക്കൾ ഇപ്പോൾ അവിടെ വീട് വെച്ചിട്ടുണ്ടെന്ന് ഓർമ്മ. ആ വീട് വെച്ചിട്ട് പിന്നെ ആ വീട് ഇപ്പം ആ വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴത്തെ ചരിത്രം ഒന്നും എനിക്കറിയത്തില്ല, കുറച്ച് നാളായിട്ടുള്ളത്. പള്ളിയുടെ കാര്യത്തിലോട്ട് തിരിച്ചു വരാം. പള്ളിയിലെ ചടങ്ങുകളൊക്കെ, വിവാഹം ഒക്കെ നടക്കുന്ന അന്നൊക്കെ എങ്ങനെയായിരുന്നു? വിവാഹ ചടങ്ങുകളൊക്കെ ഓർമ്മയുണ്ടോ? വിവാഹ ചടങ്ങുകളൊക്കെ പള്ളി നടക്കും. ഓർമ്മയുണ്ടോ? എങ്ങനെയായിരുന്നു? ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നോ? അന്ന് ചുരുക്കം ആൾക്കാരേ ഉള്ളൂ അവിടെ കൂപ്പിളിൽ, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് കൂപ്പിളിലോട്ട് ആൾ കയറാൻ തുടങ്ങിയത്. അന്ന് ഈ വിവാഹ ചടങ്ങുകൾക്കൊക്കെ നമ്മൾ പള്ളിയിലൊക്കെ വേഷങ്ങളൊക്കെ എന്നായിരുന്നു? ഷർട്ടും മുണ്ടുമായിരുന്നു, ചട്ടയും മുണ്ടും ഒക്കെ ആയിരുന്നു അന്നത്തെ വേഷങ്ങളൊക്കെ. അന്നത്തെ വേഷം ചട്ടയും മുണ്ടും. സാധാരണക്കാർക്ക് ചട്ടയും മുണ്ടും, സ്ത്രീകൾക്ക്. സാധാരണ അല്ലാതെയുള്ളവർക്ക് സാധാരണ മുണ്ടും നോർത്ത് അങ്ങനത്തെ ഷർട്ടില്ല ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. മുണ്ടെടുത്തൊരു ഈ തോളലൊരു തോർത്ത് കൊടുക്കും. തോർത്തേ മുണ്ടും തോർത്തേ ഉള്ളൂ. ആ പള്ളിയിൽ പോകുന്നതാണെങ്കിലും പോയാൽ അതേ ഉള്ളൂ. ഒറ്റയ്ക്ക് പോകുന്നതാണെങ്കിൽ മുണ്ടും തോർത്തൊക്കെട്ടാണ് പോകുന്നത്. ആ ഷർട്ടും ഒന്നും ഇല്ല. അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഷർട്ടും മുണ്ടും സാരിയൊക്കെ തുടങ്ങി. സാധാരണക്കാർക്ക് പെണ്ണുങ്ങൾക്ക് ചട്ടയും മുണ്ടും, തലയിടുന്നത് ഗൗണി, ഇത്രയേ ഉള്ളൂ.
അപ്പോൾ അന്നത്തെ ചുരുക്കം വീട്ടുകാരിൽ നിന്ന് തുടങ്ങി, അന്നത്തെ ചുരുക്കമേ ചെറിയ വീട്ടുകാരിൽ നിന്ന് തുടങ്ങി ഇന്നിപ്പം നമ്മുടെ പള്ളിയുടെ 75-ാം വാർഷികമാണ്. 850ഓളം ഇടവക്കാരിപ്പം 850 ഇടവക്കാർ ഇപ്പോൾ ഉണ്ട്. പള്ളിയുടെ 75-ാം ജൂബിലി ആഘോഷിക്കുകയാണ് ഇപ്പം. ഇപ്പം ഈ ഇവിടെ മനച്ചേപ്പള്ളി ആ ഭാഗം എല്ലാം ഇപ്പം ഇവിടെ ഇടവകയല്ലേ, മനച്ചേപ്പള്ളി എല്ലാം ഉണ്ട്. മനച്ചേപ്പള്ളി കുളപ്പുറം. അതെ അതെ. ഈ കൂപ്പള്ളി കൊണ്ടുവന്നു. അപ്പം ഈ അന്നത്തെ ഒരു അനുഭവമൊക്കെ വെച്ച് നമുക്ക് ഇപ്പോഴത്തെ ആൾക്കാരോടൊക്കെ അന്നത്തെ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ ഒരു വെളിച്ചത്തിൽ എന്താ പറയാനുള്ളത്? അന്നത്തെ ആൾക്കാരുടെ രീതി പിന്നെ പറയാനുള്ളതായിട്ട് വളരെ കഷ്ടപ്പെട്ട് പള്ളിയിലൊക്കെ പോവുകയും കഷ്ടപ്പെട്ടവർ ഒത്തിരി ആൾക്കാർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ സ്കൂളും മറ്റും ഉണ്ടാക്കാനായിട്ട് ഒത്തിരി ആൾക്കാർ ഇടവക്കാർ അന്നത്തെ ആൾക്കാർ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അന്ന് കാര്യങ്ങളും ഇടവകയാണ് പ്രാധാന്യമുള്ളത്. എല്ലാവരുടെയും സഹകരണമൊക്കെ ഉണ്ടായിരുന്നു. ഈ ഇടവക്കാരുടെയൊക്കെ എല്ലാം സഹകരണം ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഈ സഹകരണം ഉണ്ടായിരുന്നു. പള്ളി പണിക്ക് ഇവിടെ ഉണ്ടായിരുന്നത് കുറച്ച് പേര് ഈ ഇപ്പുറത്തെ കൂപ്പള്ളി ഇപ്പോൾ ആനക്കല്ല, ഇപ്പോൾ ഈ തോട് ഇപ്പോൾ ആനക്കല്ല. ആനക്കല്ലുകാർ മുഴുവൻ എപ്പുറത്തായിരുന്നു ഇടവക, ആനക്കല്ലായിരുന്നു. കൂപ്പള്ളി ഇടവകയായിട്ടുള്ളത് ഇവിടെ 3-4 വീട്ടുകാർ ഉണ്ടായിരുന്നുള്ളൂ. തെക്കനാപ്പളവിലുള്ളത് ഒരു കരയാണ്, തെക്കനാപ്പളവ് കര. അതെല്ലാം കൂപ്പള്ളിയായിരുന്നു. പിന്നെ ഇപ്പുറത്ത് വന്നിട്ട് 3-4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ആലശ്ശേരി കൊച്ചേപ്പിയായിട്ട്, പിന്നെ കാരിക്കാട്ട് ഔസേപ്പിയായിട്ട്, ഇങ്ങനെ 2-3 പേരെയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ കൂപ്പള്ളി ഇടവകയായിട്ട്. ബാക്കിയുള്ള അത് എല്ലാം കാനക്കൽ ഇടവകയായിരുന്നു. പിന്നെ തെക്കനാപ്പളവുകാർ മുഴുവൻ കൂപ്പള്ളി ഇടവകയായിരുന്നു. അങ്ങനെ കാനത്തിന് വേണ്ടി വർക്ക് ചേട്ടന് പറ്റും. ആ സ്കൂളിന് പണി മുഴുവൻ പണിയിൽ കാനത്തിന് വേണ്ടി വർക്ക് ചേട്ടന് പറ്റുമായിരുന്നു. ആ ഭിത്തിക്കെട്ടും പറ്റും സ്കൂളിൻ്റെ പണി. അവർക്കൊക്കെ നല്ല ഭിത്തിക്കെട്ടും പണിയൊക്കെ നല്ലൊരു പണി അറിയാവുന്നവരാണ് അവരെ. മേസ്തിരിമാരുടെ പണി അവർ. അങ്ങനെ തെങ്ങനാപ്പുഴക്കാർ മുഴുവൻ കൂപ്പള്ളികളൊക്കെ. പിന്നെ ഇപ്പുറത്തെ ആലശ്ശേരി കൊച്ചേപ്പിയായിട്ടും കാരിക്കാട്ട് ഔസേപ്പിയായിട്ടും 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ ആനക്കല്ലിയതാണ്. പിന്നെ അപ്പം ഇങ്ങനെയുള്ള പഴയ അനുഭവങ്ങളൊക്കെ, പഴയകാലത്തെ അനുഭവങ്ങളെല്ലാം പങ്കുവച്ചതിന് വളരെ പഴയ കാലത്തുള്ള ഈ കൂപ്പള്ളി വെച്ചേ പിന്നെ ഈ ആൾക്കാർ ഇവിടെ വന്നിട്ടുള്ളൂ. അതിന് മുമ്പുള്ള ആൾക്കാർ മുഴുവൻ കറക്റ്റ് ഇടവകയായിരുന്നു. ഈ കൂപ്പള്ളി വെക്കുന്നതിന് മുമ്പ് ഇത് മുഴുവൻ കാടായ 500 ഏക്കർ സ്ഥലവും കാടായിട്ട് കിടക്കുന്ന സ്ഥലമാണ്.